ഓക്കെ, നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ ഇതാണ്: ഒപ്റ്റെയിൻ ദി ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ ഓഫ് എ സിനുസോയിഡൽ വേവ് ഫോം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ഒപ്റ്റെയിൻ ദി ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ ഓഫ് എ സിനുസോയിഡൽ വേവ് ഫോം. ഓക്കെ, നോർമലി നമുക്ക് ക്വസ്റ്റിനകത്ത് ഫിഗർ തരാം. ഫിഗർ തന്നില്ല എങ്കിൽ കൂടി നമ്മൾ ഫിഗർ ഇതാന്ന് മനസ്സിലാക്കുക. സൈൻ വേവിൻ്റെ സിനുസോയിഡൽ വേവ് ഫോം ഇതാണ്. ആ വേവ് ഫോം വരയ്ക്കുമ്പോൾ നമുക്ക് ഇതേ സൈക്കിൾ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ ഒരു സൈക്കിൾ എന്ന് പറയുന്നത്. സോ ടൈം പീരീഡ് ടി എന്ന് പറയുന്നത് 2π ആണ്. വി എം ആയിരിക്കും അതിൻ്റെ മാക്സിമം വാല്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്ന വി എം. എക്സ് ആക്സ് വൈ ആക്സ് എന്ന് പറയുന്ന ആക്സിസിലാണ് ആയിട്ട് എടുക്കുന്നത്. എക്സ് ആക്സിൽ ആംഗിൾ ഓഫ് റൊട്ടേഷൻ, ആംഗിൾ ആണ് തീറ്റ ആയിട്ട് എടുക്കും. വൈ ആക്സിസിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പം നമ്മൾക്ക് ഫിഗർ തന്നില്ല എങ്കിൽ കൂടി നമ്മൾ ഫിഗർ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിയെടുക്കുക. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യനകത്ത് തന്നില്ല എങ്കിൽ കൂടി നമ്മൾ ആ ഫിഗർ വരയ്ക്കണം. ഓക്കെ, സിനുസോയിഡൽ വേവ് ഫോം ആണ്. സിനുസോയിഡൽ വേവ് ഫോം എന്ന് പറയുമ്പോൾ അതിന് ഒരു എക്സ് ആക്സിസ്, ഒരു വൈ ആക്സിസിൽ തീറ്റ, എക്സ് ആക്സിൽ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എടുക്കണം. ഓക്കെ, സിനുസോയിഡൽ വേവ് ഫോം ആണ്. സിനുസോയിഡൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഒറിജിൻ 0 സ്റ്റാർട്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ പോയിന്റ്, അതായത് 90 ഡിഗ്രി റൊട്ടേഷനിൽ മാക്സിമം ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും 0യിലേക്ക് എത്തുന്നു, നെഗറ്റീവിലേക്ക് ഇൻക്രീസ് ചെയ്യുന്നു, വീണ്ടും ഒരു മാക്സിമം വാല്യൂയിലേക്ക് എത്തുന്നു, വീണ്ടും ഡിക്രീസ് ചെയ്യുന്നു, വീണ്ടും 0യിലേക്ക് പോകുന്നു. ഓക്കെ, ഇതേ വേവ് തന്നെയാണ് നമുക്ക് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് പോകുന്നത്. സോ ഇറ്റ് ഈസ് കൺസിഡേഴ്സ് വൺ സൈക്കിൾ. ഓക്കെ, ഇതാണ് നമ്മുടെ ഒരു സൈക്കിളായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ മുതൽ 2π എന്ന് പറയുന്നത് 360 ഡിഗ്രി വരെ. ഇത് നമ്മുടെ പൈ മാക്സിമം എത്തുന്നത് 90 ഡിഗ്രി, അതായത് π/2. ഓക്കെ, ഇതാണ് നമ്മുടെ ടൈം പീരീഡ് ടി ആയിട്ട് എടുക്കുന്നത്. ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ടൈം പീരീഡ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ടൈം പീരീഡ് ടി. നമ്മുടെ മാക്സിമം പോയിന്റ് നമ്മൾ വി എം എന്ന് എടുക്കുന്നത്. മാക്സിമം പോയിന്റ് നമ്മൾ വി മാക്സ്. ഓക്കെ, അങ്ങനെ കൺസിഡർ ചെയ്യുന്നു. കറണ്ട് ആണെങ്കിൽ ഐ മാക്സ് ആയിട്ട് എടുക്കും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ ഫിഗർ വരുന്നത്. ഇനി ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ആണുള്ളത്. ഒന്ന് ഫോം ഫാക്ടർ. ഓക്കെ, എഫ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യണം. ഫോം ഫാക്ടറിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോം ഫാക്ടർ എന്ന് പറയുന്നത് RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? പീക്ക് ഫാക്ടർ. ഞാൻ പി എഫ് എന്ന് ഇടുകയാണ്. പീക്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്? പീക്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ മാക്സിമം വാല്യൂ, വേവിന്റെ മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. ഓക്കെ, ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് RMS വാല്യൂ, ആവറേജ് വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, RMS വാല്യൂ നോക്കാം. RMS വാല്യൂന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. RMS വാല്യൂവിൻ്റെ നമുക്ക് രണ്ട് മെത്തേഡ് ഉണ്ട്. RMS വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മിഡ്ഓർഡിനറി മെത്തേഡും അനലിറ്റിക്കൽ മെത്തേഡും. അതിൽ അനലിറ്റിക്കൽ മെത്തേഡിന്റെ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അനലിറ്റിക്കൽ മെത്തേഡ്. ഓക്കെ, RMS വാല്യൂ അതായത് വോൾട്ടേജ് ആയതുകൊണ്ട് നമുക്ക് VRMS എന്ന് എടുക്കാം. വോൾട്ടേജ് നമ്മൾ VRMS എന്ന് എടുക്കുന്നു. RMS എന്ന് പറയുന്ന റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ആണ്. ഓക്കെ, RMS വാല്യൂ ഇക്വേഷൻ ഇതാണ്. VRMS ആണ്. സോ റൂട്ട് ഓഫ് (1/t) integral 0 to t v of t square dt. ഓക്കെ, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, മീൻ സ്ക്വയർ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് വി ഓഫ് ടി എന്ന് പറയുന്നത്. വി ഓഫ് ടിയുടെ സ്ക്വയർ. ഓക്കെ, സ്ക്വയർ എടുക്കുന്നു. അതിനെ സം ചെയ്യാൻ വേണ്ടി നമ്മൾ ഇന്റഗ്രൽ 0 to t എടുക്കുന്നു. 1/t ചെയ്യുമ്പോൾ
അതിൻ്റെ മീൻ കിട്ടുന്നു. ഓക്കെ, ഇപ്പോൾ സ്ക്വയർ ചെയ്ത വാല്യൂസിൻ്റെ മീൻ എടുത്തതാണ് മീൻ സ്ക്വയർ വാല്യൂ, അതിൻ്റെ റൂട്ട്, അതാണ് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓക്കെ, VRMS. ഇനി RMS വാല്യൂ അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്, ഇഫക്റ്റീവ് വാല്യൂ എന്നുണ്ട്. ഇഫക്റ്റീവ് വാല്യൂ ഓർ RMS വാല്യൂ ഓഫ് ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് or alternating current is that steady current which when flowing through a given resistance for a given time produces the same amount of heat as produced by alternating current when flowing through same resistance for the same time. അതായത് നമ്മളൊരു റെസിസ്റ്റർ എടുത്തിട്ട് അതിലൊരു പർട്ടിക്കുലർ ടൈമിൽ കൂടെ നമ്മളൊരു DC കറണ്ട് പാസ് ചെയ്ത് പോകുന്നു. അപ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഹീറ്റ് എത്രത്തോളം ഹീറ്റ് ഉണ്ടാകുന്നു അതേ ഹീറ്റ് തന്നെ ഒരു AC സപ്ലൈ പാസ് ചെയ്യുമ്പോൾ സെയിം റെസിസ്റ്ററിൽ കൂടെ സെയിം അതേ ടൈമിൽ തന്നെ DC ഫ്ലോ ചെയ്യാനെടുത്ത ടൈമിൽ ഫ്ലോ ചെയ്യുമ്പോൾ സെയിം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന വാല്യൂവിനെയാണ് RMS വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇക്വേഷൻ വെച്ചിട്ട് നോക്കാം. അനലിറ്റിക്കൽ ഇക്വേഷൻ ആണ് എഴുതിയിരിക്കുന്നത് VRMS. IRMSന്റെ ഇക്വേഷൻ എന്തായിരിക്കും? IRMS എന്ന് പറയുന്നത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂവിന്റെ ചേഞ്ച് ആവുന്നേ ഉള്ളൂ. IRMS ഈക്വൽ ടു √1/T ഇന്റഗ്രൽ 0 to T I of t, അത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ I of t സ്ക്വയർ dt. ഓക്കെ, I of t സ്ക്വയർ dt. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. VRM നമ്മൾ ടൈം പീരീഡ് T എത്രയാണ്? T എന്ന് പറയുന്നത് ഇത് T എന്ന് പറയുന്നത് 2π, T എന്ന് പറയുന്നത് 2π ആണ്. ഇനി V of t എന്താണെന്ന് പറയണേ? V of t അല്ലെങ്കിൽ I of t. V of t എന്ന് പറയുന്നത് നമ്മളെ ഈ സൈൻ വേവിന്റെ ഇക്വേഷൻ ആണ്. സൈൻ തീറ്റയാണ്, തീറ്റയ്ക്ക് അനുസരിച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാക്സിമം വാല്യൂ VM ആണ്. സോ ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് VM സൈൻ തീറ്റ, VM സൈൻ തീറ്റ എന്നാണ് V of t എന്ന് പറയുന്നത്. I of t ആണെങ്കിലോ, ഇപ്പം നമ്മൾ വരച്ചിരിക്കുന്ന ഫിഗർ V വെച്ചിട്ടാണ്, I വെച്ചാണ് വരയ്ക്കുന്നത്. കറണ്ടിന്റെ ആണെങ്കിൽ ഇക്വേഷൻ IM സൈൻ തീറ്റ, IM സൈൻ തീറ്റ. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. VRMS നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കാം. VRMS ഈക്വൽ ടു നേരത്തെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്, ഒന്നുകൂടെ എഴുതാം. √1/T ഇന്റഗ്രൽ 0 to T V of t സ്ക്വയർ ഇൻറ്റു dt. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. √T എത്രയാണ്? T എന്ന് പറയുന്നത് T ടൈം പീരീഡ്, T എന്ന് പറയുന്നത് 2π, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നത് T 2π ആണ്. V of t എന്ന് പറയുന്നത് VM സൈൻ തീറ്റ. സോ ആ വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, 1/2π ഇന്റഗ്രൽ 0 to 2π V of t ക്ക് പകരം VM സൈൻ തീറ്റ the whole square, V of t സ്ക്വയർ ആണ്, whole square into d theta with respect to തീറ്റയിലാണ് വേരി ചെയ്യുന്നത്. സോ ഇക്വേഷൻ അങ്ങനെ എഴുതാം. ഓക്കെ, നമ്മളിത് സോൾവ് ചെയ്യുമ്പം √1/2π ഇന്റഗ്രൽ 0 to 2π VM സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഇൻറ്റു d തീറ്റ. നെക്സ്റ്റ് VM സ്ക്വയർ നമ്മൾ വിത്ത് റെസ്പെക്ട് തീറ്റയാണ്. സോ VM സ്ക്വയർ എന്ന് പറഞ്ഞ കോൺസ്റ്റന്റ് ആണ്. നമ്മൾ ഇന്റഗ്രലിന് വെളിയിലേക്ക് എടുക്കുന്നു. സോ √VM സ്ക്വയർ ഡിവൈഡഡ് ബൈ 2π ഇന്റഗ്രൽ 0 to 2π സൈൻ സ്ക്വയർ തീറ്റ d തീറ്റ. ഓക്കെ, നമ്മൾ സൈൻ സ്ക്വയർ തീറ്റയുടെ ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യണം. സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് ഡയറക്റ്റ് ഇന്റഗ്രേഷന് ചെയ്തില്ല. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യും? സൈൻ സ്ക്വയർ തീറ്റ ഇൻ ടേംസ് ഓഫ് കോസിൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് 2 തീറ്റ ആണ്. 1 മൈനസ് കോസ് 2 തീറ്റ. സോ സൈൻ സ്ക്വയർ തീറ്റയെ നമ്മൾ എന്തായിട്ട് റീപ്ലേസ് ചെയ്യും? സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരമായിട്ട് നമ്മൾ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് വീണ്ടും കണ്ടിന്യൂ ചെയ്യാം.
So equation root of Vm square by 2 pi integral 0 to 2 pi 1 minus cos 2 theta divided by 2 into d theta. Doubt ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം. ഓക്കെ, ജസ്റ്റ് നമ്മൾ സയൻസ് സ്ക്വയർ തീറ്റയ്ക്ക് വരാം. ഇൻ ടേംസ് ഓഫ് കോസിൽ എഴുതി. ഇവിടെയും നമ്മൾ 2 കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് വെളിയിലേക്ക് എടുക്കുന്നു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ അതാണ് ചെയ്യുന്നത്. സോ വെളിയിലേക്ക് എടുക്കുമ്പോൾ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ഡിവൈഡ് ബൈ ഈ 2 സോ 4 പൈ ഇന്റഗ്രൽ 0 to 2 pi 1 minus cos 2 theta into d theta. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ കോൺസ്റ്റന്റ് ടൈം അല്ലാതെ കണക്ക് എഴുതുക. വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. 1ന്റെ ഇൻറ്റഗ്രൽ എന്തോ വിത്ത് റെസ്പെക്ട് ടു തീറ്റ 1ന്റെ ഇൻറ്റഗ്രൽ തീറ്റ മൈനസ് കോസ് 2 തീറ്റയുടെ ഇൻറ്റഗ്രൽ സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 ലിമിറ്റ് 0 to 2 pi. ലിമിറ്റ് 0 to 2 pi. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എന്നുള്ളത് കൊടുക്കുക. നമ്മൾ കോൺസ്റ്റന്റ് ടൈം അതേണക്ക് എടുക്കുക. റൂട്ട് ഓഫ് ബി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ ഇൻറ്റു നമ്മൾ അപ്പർ ലിമിറ്റ് മൈനസ് 2 പൈ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് തീറ്റയുടെ നമുക്ക് ചെയ്ത് നോക്കാം. 2 പൈ മൈനസ് സൈൻ 2 പൈ മൈനസ് സൈൻ 2 പൈ ഇൻറ്റു 2 പൈ സൈൻ 4 പൈ ആണ്. സോ അത് 0 ആയിട്ട് പോകും. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു. മൈനസ് ഇനി ലോവർ ലിമിറ്റ് ആണ് കൊടുക്കേണ്ടത്. ലോവർ ലിമിറ്റ് 0 ആണ്. തീറ്റയുടെ സ്ഥാനത്ത് 0, ഈ തീറ്റയ്ക്ക് വരെ നമ്മൾ 0 എടുത്തു. സൈൻ 0 ആയിരിക്കും. സോ അതും 0 ആയിരിക്കും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് നമ്മൾ കൊടുക്കുക. നമുക്കിതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്ന ഒരു 2 പൈയുടെ ടൈം മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. സോ നമുക്കതിനെ വീണ്ടും എക്സ്പാൻഡ് വീണ്ടും ചെയ്യുമ്പോഴത്തേക്ക് വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 പൈ ഇൻറ്റു 2 പൈ എന്നാണ് റൂട്ടിനകത്താണ്. പൈയും കട്ട് ചെയ്ത് പോകുന്നു. ഈ 2ഉം ഈ 4ഉം കൂടെ കട്ട് ചെയ്യുന്നു. സോ വി എം സ്ക്വയർ ബൈ റൂട്ട് ഓഫ് ആൻസർ റൂട്ട് ഓഫ് വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 എന്താണ്? വി ആർ എം എസ് ആണ്. വി ആർ എം എസ്. ഇപ്പൊ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? വി ആർ എം എസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ 2. റൂട്ടിന് വെളിയിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടും വി എം ബൈ റൂട്ട് 2. സിമിലർലി അതുപോലെ തന്നെയാണ് ഐ ആർ എം എസ് ഈക്വൽ ടു ഐ ആർ എം എസിന്റെ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഐ എം ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഐ എം ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഐ എം വി എം എന്ന് പറഞ്ഞാൽ മാക്സിമം വാല്യൂസ് ആണ്. ഓക്കെ, വി മാക്സ് അല്ലെങ്കിൽ വി എം ഇസ് ഈക്വൽ ടു വി എം ഈക്വൽ ടു വി എം ഈസ് ഈക്വൽ ടു റൂട്ട് 2 വി ആർ എം എസ്. അതുപോലെ തന്നെ ഐ എം ഈസ് ഈക്വൽ ടു റൂട്ട് 2 ഐ ആർ എം എസ്. ഓക്കെ, നമുക്ക് സിനുസോയ്ഡൽ വേവ് ഫോമിന്റെ കേസിൽ ഉള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇത് പഠിച്ച് ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഇത് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മളിവിടെ വി ആർ എം എസും കണ്ടുപിടിച്ചു, ഐ ആർ എം എസും കണ്ടുപിടിച്ചു. അപ്പോൾ ആർ എം എസ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, നമ്മൾ ക്വസ്റ്റിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഫോം ഫാക്ടർ ആൻഡ് പീക്ക് ഫാക്ടർ ആണ്. അതിൽ ആർ എം എസ് വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ ആവറേജ് വാല്യൂ വേണം, മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ നമുക്ക് വി എം വോൾട്ടേജ് ആണെങ്കിൽ വി എം, കറണ്ട് ആണെങ്കിൽ ഐ എം അത് എടുക്കാം. ഇനി നമ്മൾ ആവറേജ് വാല്യൂ എടുക്കണം. ഓക്കെ,
ആവറേജ് വാല്യൂൻ്റെ ഇക്വേഷൻ എന്താണ്? ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ, ആവറേജ് വാല്യൂ ഞാൻ വി ആവറേജ് എന്ന് എടുക്കുക. വി ആവറേജിനും നമ്മൾ മിഡ് ഓർഡിനേറ്റ് മെത്തേഡും അനലറ്റിക്കൽ മെത്തേഡും ഉണ്ട്. അതിൽ അനലറ്റിക്കൽ മെത്തേഡിൻ്റെ ഇക്വേഷനാണ് ഞാൻ എഴുതുന്നത്. 1/t ഇൻ്റഗ്രൽ 0 to t, t ടൈം പീരീഡ് ആണ്, v of t dt. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പക്ഷേ ആവറേജ് വാല്യൂ കണ്ടുപിടിക്കുന്ന കേസിൽ സിമെട്രിക്കൽ വേവ് ഫോം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് ഈ ഒരു വേവ് ഫോം എടുക്കുമ്പോൾ സിമെട്രിക്കൽ, അതായത് പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഈക്വൽ ആണ്. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ ആവറേജ് എടുക്കുമ്പോൾ ഫുൾ സൈക്കിളിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ 0 ആയി പോകും. കാര്യം ഒരു എക്സാമ്പിൾ, ഇത് ഇത്രയും പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, ഇത്രയും ഏരിയ, അതേ ഏരിയ തന്നെ, അത്രയും ഏരിയ തന്നെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലും ഉണ്ട്. സോ ഇതിൻ്റെ ആവറേജ് ഈ ഒരു ഫുൾ സൈക്കിളിൽ എടുക്കുകയാണെങ്കിൽ ഫുൾ സൈക്കിളിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അതിന് പകരം ഇൻ കേസ് ഓഫ് സിമെട്രിക്കൽ വേവ് ഫോമിൻ്റെ കേസിലാണ് നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കൺസിഡർ ചെയ്യുക. സിമെട്രിക്കൽ വേവ് ഫോമിൻ്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കൺസിഡർ ചെയ്യുക, ആവറേജ് എടുക്കാൻ. കാര്യം ഇതേ വേവ് തന്നെയാണ് നമ്മൾ ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിലുള്ളത്. അപ്പോൾ ടോട്ടൽ ഫുൾ സൈക്കിളായിട്ട് എടുക്കണമെങ്കിൽ 0 ആയിട്ട് പോകും ആവറേജ് വാല്യൂ. സോ നമ്മൾ ഇത് സിമെട്രിക്കൽ വേവിൻ്റെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രം കൺസിഡർ. അപ്പോൾ നമ്മൾ ടിക്ക് വരെ എന്ത് ചെയ്യും, ഇവിടെ പൈ ആയിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ നമ്മൾ അത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നമ്മൾ പക്ഷേ കൺസിഡർ ചെയ്യുന്നത് ഇൻ്റഗ്രൽ ആവറേജ് വാല്യൂ 1/t ഇൻ്റഗ്രൽ 0 to t v of t dt ആണ്. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 1/π ഇട്ടായിരിക്കും ചെയ്യുന്നത്. ടിക്ക് വരെ അവിടെ പൈ ആണ് ഇടുന്നത് ഇൻ കേസ് ഓഫ് സിമെട്രിക്കൽ വേവ് ഫോം. ഓക്കെ, സിമെട്രിക്കൽ വേവ് ഫോമിൻ്റെ കേസിൽ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൽ ടു 1/π ഇൻ്റഗ്രൽ 0 to π v of t. യുടെ ഇക്വേഷൻ എന്തോ? vm sin theta in terms of theta ആണ്. സോ d theta. vm കോൺസ്റ്റന്റ് ആണ്. സോ vm/π ഇൻ്റഗ്രൽ 0 to π sin theta d theta. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടും vm/π സൈൻ തീറ്റയുടെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ മൈനസ് കോസ് തീറ്റ. സോ മൈനസ് കോസ് തീറ്റ വിത്തിൻ ദ ലിമിറ്റ് 0 to π. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് vm/π മൈനസ് കോസ് പൈ മൈനസ് കോസ് 0. ഓക്കെ, വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2vm/π. v ആവറേജ് ആണ്. v ആവറേജ് നമുക്ക് കിട്ടിയത് v ആവറേജ് ഈസ് ഈക്വൽ ടു 2vm/π. അതേപോലെ തന്നെ സിമിലർലി i ആവറേജ് is equal to 2im/π. ഓക്കെ, നമ്മൾ ആവറേജ് വാല്യൂ കണ്ടുപിടിച്ചു, RMS വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ഫോം ഫാക്ടറും പീക്ക് ഫാക്ടറും കണ്ടുപിടിക്കാം. ഫോം ഫാക്ടർ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഓക്കെ, ഫോം ഫാക്ടർ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഓക്കെ, നമുക്ക് ചെയ്യാം. ഫോം ഫാക്ടർ RMS വാല്യൂ ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ. ഓക്കെ, RMS വാല്യൂ നമുക്ക് കിട്ടിയത് എത്രയാണ്? RMS വാല്യൂ vm/√2 ഡിവൈഡഡ് ബൈ ആവറേജ് വാല്യൂ 2vm/π. അപ്പോൾ അതെല്ലാം നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് എന്താണ്? ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ എങ്ങനെ 2vm/√2 ഇൻറ്റു π/2vm കട്ട് ചെയ്തോ π/2√2. ഓക്കെ, π/2√2 എന്ന് കിട്ടും. അതാണ് നമ്മുടെ കിട്ടുന്ന വാല്യൂ 1.11. അപ്പം സിനുസോയിഡൽ വേവ് ഫോമിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? 1.11 ആണ്, ഓർത്തിരിക്കുക. ഇനി അടുത്തത്
പീക്ക് ഫാക്ടർ. നെക്സ്റ്റ് വൺ ഈസ് പീക്ക് ഫാക്ടർ. പീക്ക് ഫാക്ടറിന്റെ ഇക്വേഷൻ എന്ത് പറഞ്ഞു? മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ ഡിവൈഡഡ് ബൈ RMS വാല്യൂ. മാക്സിമം വാല്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന VM. ഇപ്പം നമ്മുടെ പീക്കിൽ ഏതാണ് തരുന്നത്? 5 എന്ന് പറയുകയാണെങ്കിൽ 5, 10 എന്ന് പറയുകയാണെങ്കിൽ 10. പീക്ക് വാല്യൂ കിട്ടുന്ന അന്ന് മാക്സിമം വാല്യൂ നമ്മൾ അത് നമ്മൾ നോർമൽ കോമൺ ആയിട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ VM നടക്കും. ഓക്കെ, കറണ്ടിന്റെ കേസിലാണെങ്കിൽ IM നടക്കും. RMS വാല്യൂ VM/√2. VM/√2 ഇത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? VM ഇൻറ്റു √2/VM. സോ നമുക്ക് എന്താ കിട്ടുന്നത്? √2 എന്ന് കിട്ടും. √2 ദാറ്റ് ഈസ് 1.41. അപ്പം സിനുസോയിഡൽ വേവ് ഫോം ഇൻ കേസ് ഓഫ് സിനുസോയിഡൽ വേവ് ഫോം ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1.11ഉം പീക്ക് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 1.41 ആണ്. ഓക്കെ, അത് ഓർത്തിരിക്കണം സിനുസോയിഡൽ വേവ് ഫോമിന്റെ കേസ്. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്രോബ്ലം. ഇത് സിനുസോയിഡൽ വേവ് ഫോമിന്റെ ആണ്. ഓക്കെ ആണല്ലോ.